കടൽ ഇരമ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷമീറിൻ്റെ മനസ്സും കടൽ തിരമാലകൾ പോലെ അതിങ്ങനെ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരമാലകൾ ഒരിക്കൽ പോലും നിൽക്കുന്നില്ല. അതുപോലെ തന്നെയാണ് അവൻ്റെ മനസ്സിലെ സങ്കടങ്ങളും വിഷമങ്ങളും. ഷമീർ അവൻ ചതിക്കപ്പെട്ട പോലെയാണ്. അത് അവന് വല്ലാത്ത വിഷമം മറ്റൊന്നുമല്ല. താൻ അവളെ സംരക്ഷിച്ചു. അവളുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഞാനെല്ലാം സമർപ്പിച്ചു. അവൾക്ക് വേണ്ടി എത്രമാത്രം ത്യാഗം സഹിച്ചിട്ട് പോലും ഒരിക്കൽ പോലും അവൾ ഇങ്ങനെ നന്ദികേട് കാണിക്കുമെന്നറിഞ്ഞില്ല. പക്ഷേ എന്നോടിങ്ങനെ വിവാഹം കഴിച്ച ഷെഫി ഉസ്താദിനോട് വരെ അവളുടെ പെരുമാറ്റം ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഷമീർ ആശ്വസിച്ചു. എങ്കിലും വല്ലാത്തൊരു വിഷമമായിപ്പോയി. ആ കുഞ്ഞിനെ കളിപ്പിക്കുന്നതും അവളുടെ കൂടെ സന്തോഷങ്ങൾ പങ്കിടുന്നതും ഓർത്തോർത്ത് അവനൊരിതും ഒരുപാട് ദിവസം അതിനുവേണ്ടി വെമ്പൽ കൊള്ളിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഇങ്ങനൊരവസ്ഥ കേട്ടപ്പോൾ ശരിക്കും ഷമീറിന് സങ്കടമാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അന്ന് സ്റ്റേഷൻ്റെ സമയമായിട്ടും നമ്മുടെ SIയെ കാണുന്നില്ല. എല്ലാവരും ഷമീറിനെ അന്വേഷിച്ചു. അവൻ എന്താ വരാതിരുന്നത്? ഇങ്ങനെ ലീവ് എടുക്കാറില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഈടെയായിട്ട് 1-2 ലീവ് എടുത്തതായിട്ട് കണ്ടു. SI സാർ ലീവായതിൽ പിന്നെ സത്യം പറഞ്ഞാൽ സ്റ്റേഷനിലെ ആളുകൾക്കൊന്നും വലിയൊരു ഉഷാറില്ല. കേസിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തൊക്കെ തന്നെയാണ് വളരെയധികം ആക്റ്റീവായിരുന്നു SI സാർ. തികച്ചും അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യത്തിൽ നല്ല വിഷമം അല്ലെങ്കിൽ നല്ലൊരു പ്രയാസം എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ട്. എന്ത് ചെയ്യാൻ? ശരിക്കും ഷമീറിനെ കാണുന്നില്ല. എന്താ ജോലി രാജിവെച്ച് പോയോ എന്നിവരെല്ലാവരും സംശയിച്ചു. എന്നാൽ കൂട്ടുകാരനായ ആസിഫിനെ അതാ വിളിച്ചു. എവിടെ ഷമീർ വന്നില്ലേ? ഫോണിലേക്ക് അടിച്ചു നോക്കി. സ്വിച്ച് ഓഫ് ആണല്ലോ. റബ്ബേ പഠിച്ചോനെ, അവൻ്റെ ഉമ്മ അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്തൊക്കെ തന്നെയാലും ആസിഫ് ഓർത്തു. എന്നാൽ എവിടെയായിരിക്കും? സാധാരണയായിട്ട് അവന് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴൊക്കെ പോയിരിക്കുന്ന സ്ഥലം ബീച്ച് അങ്ങനെയൊക്കെയാണ്. എന്തൊക്കെ തന്നെയാലും അവിടെ ഒന്ന് പോയി നോക്കാം. എന്നാൽ തൻ്റെ പുറത്തൊരു കൈകൾ വന്ന് തട്ടുന്നത് കണ്ട് ഷമീർ തിരിഞ്ഞു നോക്കി. എന്താ SI സാറേ ഇങ്ങനെ മിണ്ടാതെ ഇവിടെ വന്നിരിക്കാം? എന്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ? ആർക്ക് വേണ്ടിയാടാ ഫോണൊക്കെ? ഒന്നുമില്ലെങ്കിൽ നിൻ്റെ ഉമ്മയില്ലേ? ഉമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മ ഞാൻ ലേറ്റ് ആവും എന്നുള്ളത്. ഓ അപ്പോൾ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലേ? ഡിപ്പാർട്ട്മെൻറ്റിൽ നീ പറഞ്ഞില്ലല്ലോ. എന്താടാ പറഞ്ഞിട്ട്? ജീവിതമൊക്കെ ആകെ താറുമാറായിപ്പോയി. ആസിഫ് ശരിക്കും അവനോടത് പറഞ്ഞപ്പോൾ ആസിഫിനോട് പറഞ്ഞു. ആസിഫ്, ഒരുപാട് പ്രതീക്ഷയോടെയായിരുന്നു ഞാൻ. പക്ഷേ എന്ത് ചെയ്യാൻ, ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു. മനസ്സിൽ നിന്ന് വിഷമങ്ങൾ മാറുന്നില്ല. എൻ്റെ മനസ്സ് ഉൾക്കൊണ്ടിരുന്നു സീനത്തെയും കുഞ്ഞിനെയും ഞാൻ ഏറ്റെടുക്കുമെന്ന്. അതിനെക്കുറിച്ച് പല പല സ്വപ്നങ്ങളും ഞാൻ കണ്ടിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, അതൊന്നും ആക്റ്റീവായില്ല. എന്ത് ചെയ്യാൻ, വല്ലാത്തൊരു കഷ്ടം തന്നെ. സാരമില്ലടാ, ഒന്ന് പോയാൽ അതിനേക്കാൾ നല്ലത് നമുക്ക് പഠിച്ചോണ്ട് തരുന്നല്ലേ പിന്നെ വിധിച്ചത് എന്നുള്ള സംഭവം ഉണ്ടല്ലോ. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അറിയാം, എല്ലാം അറിയാം, അതൊക്കെ അറിയാം. ശരിയാണ്. എന്നാലും മനസ്സിന് വിളിക്കുന്നത് മാഞ്ഞു പോയെങ്കിലല്ലേ. എന്ത് ചെയ്യാൻ? ആ കുഞ്ഞിൻ്റെ ആ ചിരിയും കളിയൊക്കെ എൻ്റെ മനസ്സിലേക്ക് സത്യം പറഞ്ഞാൽ ആ കുഞ്ഞിനെ പ്രസവിച്ച് വാങ്ങി ഞാനതിനെ ഒരുപാട് കൊഞ്ചിച്ചിട്ടുണ്ട്. സത്യമായിട്ടും എനിക്ക് തോന്നി എൻ്റെ കയ്യിലേക്ക് കുഞ്ഞ് വരുമല്ലോ എന്ന് വരെ തോന്നിപ്പോയിരുന്നു. എന്തെന്നറിയില്ല, വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു അതെല്ലാം. ഒന്നും നീ വിഷമിക്കണ്ട. എന്നാൽ ഈ സമയം അതാ നമ്മുടെ ആയിഷയുടെ വീട്ടിലെ അവളുടെ വിവാഹത്തെക്കുറിച്ച് ഉമ്മ പറയുകയാണ്. വേഗം കല്യാണം കഴിപ്പിക്കാൻ നല്ലത്, എന്നിട്ട് ഓല് പഠിപ്പിച്ചോട്ടെ. ഇത് നമ്മൾ പഠനം കഴിയോളം ഇങ്ങനെ വെച്ചുകൊണ്ടെന്നാൽ എനിക്ക് സമാധാനമില്ല. നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ ഉമ്മ അതിനെക്കുറിച്ചൊന്നും ഉപ്പ ചിന്തിക്കേണ്ട. എന്നാൽ നമ്മുടെ DGP സാറിൻ്റെ മനസ്സിൽ ചില ചിന്തകൾ. മോൾക്ക് പറ്റിയൊരു വരന് എൻ്റെ അടുത്തുണ്ട്. ഉപ്പ കളിക്കല്ലേ കേട്ടോ. എൻ്റെ പൊന്നു മോളല്ലേ, ഉപ്പാൻ്റെ കൊഞ്ചി പെണ്ണല്ലേ. ഉപ്പ എന്നെ കൂടുതൽ സുഖിപ്പിക്കല്ലേ കേട്ടോ. അതെ കുട്ടിയെ, എൻ്റെ പൊന്നു മോൾക്ക് പറ്റിയൊരു ചെക്കൻ എൻ്റെ അടുത്തുണ്ട്. കാണാൻ സുന്ദരനും സുമുഖനുമാണ്, പിന്നെ നല്ല അടിപൊളിയാണ്, പിന്നെ എല്ലാം കൊണ്ടും 100-ൽ 100ആണ്. അടിപൊളി ചെക്കൻ, അടിപൊളി ജോബ്, എല്ലാം സ്വഭാവം, ദീനീ കാര്യങ്ങൾ എല്ലാം ഒത്തിണങ്ങിയൊരു ചെക്കനുണ്ട്. എൻ്റെ ഉപ്പ എന്നെ പറ്റിക്കല്ലേ കേട്ടോ. എൻ്റെ ഉപ്പ എന്താ പറഞ്ഞ് അതിന് ഞാൻ നിന്നോളാം. മോളെ, നിനക്കൊരു പുതിയാപ്പിള ചെക്കനെ കാണിച്ചു തന്നാൽ മോള് ഉപ്പയുടെ വാക്കെടുക്കുമോ? എന്നാൽ ഒരു നിമിഷം ആയിഷ ഉപ്പയെ നോക്കി. ഉപ്പയുടെയും ഉമ്മയുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ശരിക്കും ആയിഷയുടെ മനസ്സിൽ പല ചിന്തകളുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഉമ്മയെയും ഉപ്പയും വിഷമിപ്പിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ അവൾ
തൻ്റെ ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം പിന്മാറുകയായിരുന്നു. എന്നാൽ അതിനിടയിൽ ഒരിക്കൽ പോലും ആയിഷ വിചാരിച്ചിട്ടില്ല, അതെ, നമ്മുടെ ഷമീറിൻ്റെ വിവാഹത്തിൽ നിന്ന് സീനത്ത് ഒഴിഞ്ഞു മാറിയതും ഒന്നും, അവൻ്റെ വിഷമാവസ്ഥ ഒന്നും അവൾ അറിഞ്ഞിട്ടില്ല. ഉപ്പ അവളെ അറിയിച്ചിട്ടുമില്ല. പൊന്നുമോൾക്ക് സമ്മതാവോ ഉപ്പ ഒരു ബന്ധം കൊണ്ടുവന്നാലേ? ഉപ്പ, എൻ്റെ പൊന്നുപ്പ, എന്ത് പറഞ്ഞാലും എനിക്ക് സമ്മതാണ്. അതൊന്നും കുഴപ്പമില്ലപ്പ. എന്തായാലും വേണ്ടേ വിവാഹം? അത് ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ആവുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവളുടെ ആ വാക്കുകൾ കേട്ട ഉപ്പ ഒരു നിമിഷം മനസ്സ് നിറഞ്ഞു, അൽഹംദുലില്ലാ പറഞ്ഞു. മോളെ, എടി നീ കേട്ടോ മോളുടെ വാക്ക്? ആ, ഞാൻ കേട്ടു. അല്ല, നിങ്ങളെ ആരെയാണ് കൊണ്ടുവരുന്നത്? പിന്നെ അങ്ങനത്തെ ഇങ്ങോട്ടും കൊണ്ടുവരില്ലട്ടോ, മോള് ശരിക്കും നോക്കുന്നതിനൊക്കെ കൊണ്ടുവരേ. എന്താ നീ പറയുന്നത്? ഞാൻ എൻ്റെ മോൾക്ക് കണ്ടുപിടിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അല്ലേ? വലിയ ബിസിനസ്സുകാരും കച്ചവടക്കാരും ഒക്കെ ആയി വരുമ്പോഴേ അവർക്ക് പല വേണ്ടാത്തരങ്ങളുണ്ടാവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പ്രത്യേകിച്ച് പെൺകുട്ടികൾ പെടുന്നൊരു കാര്യമാണ്. എത്ര വലിയ പണക്കാരാണെങ്കിലും ഒക്കെ പലർക്കും മദ്യപാനം ഉണ്ടാവും. മദ്യപാനം ഉണ്ടായി കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ ജീവിതം കഷ്ടമായിരിക്കും. പിന്നീട് അവർക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് അതുണ്ടാകാതെ സൂക്ഷിക്കണം. സത്യം പറഞ്ഞാൽ അങ്ങനത്തൊക്കെ നോക്കണം കേട്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ. തീർച്ചയായിട്ടും ഞാൻ അങ്ങനത്തൊക്കെ നോക്കിയിരിക്കും. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ സമ്മതിച്ചിരിക്കുന്നു. സന്തോഷത്തോടെ നേരെ അതാ നമ്മുടെ DGP സാറ് അതാ ആസിഫിനെ വിളിക്കുന്നു. അല്ലാ, ആസിഫ് സാറ് ബീച്ചിൽ അതാ നമ്മുടെ ഷമീറിൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു, അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട്. പെട്ടെന്നാണ് ആ ഫോൺ കോൾ വന്നത്. അതാ DGP സാറ്. നിന്നെ സാറ് കാണാനായിട്ട് വിളിക്കായിരിക്കും ഒരു പക്ഷേ. ഹലോ സാറേ. ആ ആസിഫ്, എവിടെയാ? ഞാനിവിടെ പുറത്താണ്. ഓ ആസിഫ്, എനിക്ക് അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ട്. എന്താ? നിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ഒന്ന് മാറി നിൽക്കുമോ? ആ സാർ, ഞാൻ മാറി നിൽക്കാം. ഹലോ ആസിഫ്, എനിക്ക് പറയാനുള്ള മറ്റൊന്നുമില്ല. എനിക്കാണെങ്കിൽ ഒരു ബ്ലോക്ക് കഴിഞ്ഞതുകൊണ്ടും ഇനിയൊരു ബ്ലോക്ക് ഉണ്ടായി തീർന്നാൽ ഞാനിനി തട്ടിപ്പോകുന്നുള്ള ഭയമൊക്കെ ഉണ്ട്. എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, ഒന്നുമല്ല. കാരണം നമ്മൾ ഏത് നിമിഷവും നമ്മൾ പഠിച്ചം വിളിച്ചം പോകണമല്ലോ. പക്ഷേ നമ്മുടെ മക്കൾ അനാഥമാകുന്നൊരു അവസ്ഥ വരരുത്. നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സേഫ്റ്റിയായ സംഭവം നമ്മൾ കൊടുക്കണമല്ലോ. എന്താ സാർ ഉദ്ദേശിക്കുന്നത്? ആ, ഞാൻ പറയാം. അതായത് നമ്മുടെ ഷമീറിൻ്റെ അവസ്ഥ എന്താ? സാർ, ഷമീർ ഇന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ടില്ല. അവനവിടെ ജോയിൻ ആയിട്ടില്ല. അതെന്താ, എന്ത് പറ്റി? അവനാകെപ്പാട് ടെൻഷൻ, കൺഫ്യൂഷനൊക്കെ. എന്തിന്? അല്ല, മറ്റേ പെണ്ണ് അതെന്തായി? അവൾ പറ്റിപ്പോയോ? അവളെ കാര്യം പറയണ്ട. അവൾ ഷെഫി ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. ഇപ്പോൾ ഷമീറിൻ്റെ അടുത്തേക്ക് വരാതെ ഓളെ ഇഷ്ടംപോലെ ജീവിക്കുന്ന പെണ്ണാന്നേ. നമുക്കത് നോക്കിയിട്ട് കാര്യമില്ല. അവളുടെ വഴിക്ക് എങ്ങനെ വെച്ചാൽ പോട്ടെ. അത് പോട്ടെ, സാരല്ല. ഞാനിവരെ ആശ്വസിപ്പിക്കരുത്. ഇവൻ കരയാണ്. അതിൻ്റെ പേരിൽ നിന്നില്ല. അവൻ പറയുന്നത് കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെയൊക്കെ തനിച്ചാക്കിയിട്ടൊക്കെ അവൾ അങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അവൻ ആകെപ്പാടെ ടെൻഷൻ അതാണ്. ഓ അങ്ങനെ. എന്നാൽ ആസിഫ്, നീ ഇപ്പോൾ വിട്ടു നിൽക്കണോ? അതെ. എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് എൻ്റെ ആയിഷ മോളെ, ഞാൻ പൊന്നുപോലെ നോക്കുന്ന മോളെ, അത് ഷമീറിന് ഇഷ്ടാവോ? ഒരു നിമിഷം ആസിഫ് ഞെട്ടിത്തിരിച്ചു. സാറേ, സാർ എന്താ പറഞ്ഞത്? അതേടാ, എൻ്റെ മോൾ ആയിഷയെ. സാറേ, സത്യമായിട്ടും ഞാൻ എന്തേ കേൾക്കുന്നത്? അല്ല, സാർ അതിന് തയ്യാറാവോ? അത് ഷമീറിന് കൊടുക്കാൻ സാർ ഒരുക്കാണോ? എടാ, എവിടുന്നെങ്കിലും ആളുകളെ വിളിച്ച് കെട്ടിപ്പിക്കുന്നതിനേക്കാളും നല്ലത് കണ്ടറിവുള്ള, കേട്ടറിവുള്ള, നമ്മൾ അടുത്തിടപഴകിയ ആളെക്കുറിച്ച് സ്വഭാവമെല്ലാം നമുക്കറിയാലോ, അങ്ങനെയുള്ള ആളെ കെട്ടിക്കുന്നതല്ലേ നല്ലത്? അതല്ലേ, എനിക്കിപ്പോൾ കുറച്ച് മാസത്തെ പരിചയമുണ്ട്. എല്ലാം കൊണ്ടും നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് എല്ലാ ദീനീ കാര്യങ്ങളായാലും ഓക്കെയാണ്. അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും ആസിഫിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആ ഒരു വാക്കുകൾ, ആ ഒരു ചിന്തകൾ. സാറ് പറയുന്നത് അതേടാ, എൻ്റെ പൊന്നു മോളെ, ഞാൻ ഷമീറിന് വേണ്ടി ആലോചിക്കുകയാണ്. അവന് സമ്മതമാണെങ്കിൽ ഞാൻ തീർച്ചയായും അത് നടത്തി കൊടുക്കും. സാറേ, എന്നാൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അതാ ആസിഫ് ഓടുകയാണ് ഷമീറിൻ്റെ അരികിലേക്ക്. അവൻ്റെ ഓട്ടം കണ്ട് ഷമീർ ശരിക്കും ഞെട്ടി. എടാ, എഴുന്നേൽക്കടാ. എന്താ? എഴുന്നേൽക്ക്, വാ, നമുക്ക് ഈ ഒരു കടലോരത്ത് കൂടെ ഒന്ന് നടക്കാം. അതെ, ഈ ഇരിക്കുന്നതിനേക്കാൾ മനോഹരം നടക്കുന്നതിനല്ലേ? ഈ കാലുകളിൽ ആ തിരമാലകൾ ഇങ്ങനെ തട്ടിത്തടഞ്ഞു പോകുമ്പോൾ അത് വല്ലാത്തൊരു രസകരമല്ലേ? അങ്ങനെ അതാ, എന്താണ് രസം ജീവിതത്തിൽ? സത്യം ഞാൻ പറഞ്ഞാൽ
ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ ഷമീർ വിശ്വസിക്കോ? എന്താ? അല്ല, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ആദ്യം. ചോദ്യം? എന്ത് ചോദ്യം? എനിക്കെന്താ ചോദ്യം ഉത്തരക്ക്? സത്യം പറഞ്ഞാൽ സീനത്ത് പോയതിൽ വിഷമമുണ്ടോ നിനക്ക്? സീനത്തിൽ പോയതിൽ വിഷമം എന്നതിലുപരി ആ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ ആകെപ്പാടൊരു ടെൻഷന്. എന്തൊക്കെ തന്നെയല്ല അവളെ രക്ഷിച്ച് അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം, ഇനി ഒരിക്കലും അവൾ തെറ്റിലേക്ക് പോകരുത് എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. കാരണം അള്ളാഹുവിൻ്റെ പ്രതിഫലം കൂടി കാംക്ഷിച്ചിട്ടാണ് ഞാനതിനെ ഒരുങ്ങിയത്. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുന്നത് വിചാരിച്ചില്ല. സാരല്ല, അതൊക്കെ പോട്ടെ, പോണ വഴിക്ക് പോട്ടെ, ഇനി അതുകൊണ്ട് കൊണ്ടുവരികയേ വേണ്ട. സത്യം പറ, നിൻ്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ മനസ്സിലോ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. എന്നാലും സത്യം പറ, ആരോ ഉണ്ട്, എന്തോ ഉണ്ട്, എങ്ങനെയൊക്കെയോ ഉണ്ട്. പറയില്ലേ നീ? പറയില്ലേ? അത് എനിക്കറിയുന്നില്ല ഞാൻ എന്താണ് പറയുക ചെയ്യാന്നുള്ളത്. സത്യം എനിക്ക് അങ്ങനെയൊന്നുമില്ല. സത്യം പറയണം. അല്ല, എനിക്ക് ആരുമില്ലടാ, എനിക്ക് ആരുണ്ടാവാൻ. നിനക്ക് വേണ്ടി ചിത്രങ്ങളൊക്കെ വരച്ച് തന്നൊരു വ്യക്തിയുണ്ടല്ലോ, അല്ലോ ആയിഷയോ? പഠിച്ചോനെ, അവളെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. പഠിച്ചോനെ, ഇനി ചിന്തിക്കാൻ പാടില്ല. അതെന്താ ചിന്തിക്കാൻ പാടില്ലാത്തത്? വലിയ DGPയുടെ മകളായ അവൾ ഞാൻ ചിന്തിക്കേ? എന്താ നീ പറയുന്നത്? ഒരിക്കലും എനിക്കത് ഉൾക്കൊള്ളാൻ കൂടി ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. ആ പെണ്ണിനെ നിന്നോട് ഇഷ്ടമുണ്ടെങ്കിലോ? പഠിച്ചോനെ, അവൾ എന്നെക്കുറിച്ച് അങ്ങനെ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്താ ആസിഫ് ഇങ്ങനെയൊക്കെ പറയുന്നത്? സത്യമായിട്ടും ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? ആയിഷക്ക് നിന്നെ ഇഷ്ടമാണെങ്കിലോ? എന്താ ആസിഫ് ഇങ്ങനെ കൊതിപ്പിക്കുന്നത്? ഞാൻ പഠിച്ചോനെ വിചാരിച്ചിട്ട് പോലും. അവർ വലിയ കോടീശ്വരന്മാരായ ആളുകൾ, നമ്മളീ പാവങ്ങൾ, എൻ്റെ വീടും എൻ്റെ ചെറിയ വയലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് എന്താ റബ്ബേ, ചിന്തിക്കാൻ പോലും പാടില്ല. അത്രയ്ക്കും വലിയ DGPയുടെ മകളെ ഞാൻ എൻ്റെ കൊച്ചുകുടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാൽ ആലോചിക്കാൻ പോലും പറ്റാത്തതാണ്. അങ്ങനെയൊന്നും ചിന്തിക്കേ വേണ്ട. ആര് പറഞ്ഞോ? ഒരു പക്ഷേ നിന്നെ ഇഷ്ടമാണെങ്കിലോ? ഇഷ്ടമാണെങ്കിലോ? അത് അല്ല, നിനക്കിഷ്ടമാണോ? എനിക്കിഷ്ടമാണെന്ന് ചോദിച്ചാൽ അറിയാതെ പെട്ടെന്ന് കണ്ടപ്പോഴെനിക്ക് മനസ്സിനുള്ളിൽ എന്തൊക്കെയോ തോന്നി. പെട്ടെന്ന് ഞാൻ അസ്തഗ്ഫിറുല്ലാ ചൊല്ലി. എന്നാൽ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അത് നടത്താൻ ഞാൻ തയ്യാറാണ്. ആസിഫ്, നീയോ? DGP സാറിൻ്റെ അടുത്തേക്ക് ഇതുമായി ചെന്നിട്ടുണ്ടെങ്കിലേ DGP സാറ് നല്ല വഴക്ക് പറയലായിരിക്കും. ദയവായി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. അപ്പോൾ DGP സാറ് പറഞ്ഞതാണെങ്കിലോ? DGP സാറോ? ശരിക്കും അതാ? ഷമീർ ഞെട്ടി. അങ്ങനെയൊന്നും ഒരിക്കലും. ആര് പറഞ്ഞു? DGP സാറ് അങ്ങനെ വിളിച്ച് പറഞ്ഞതാണെങ്കിലോ? അതെ, എൻ്റെ മകൾ ആയിഷയെ ഷമീറിനെ കൂടെ നിക്കാഹ് കഴിപ്പിക്കാൻ എനിക്ക് തയ്യാറാണെന്ന്. എൻ്റെ പൊന്നു ആസിഫ്, എന്തിനാണ് വേണ്ടാത്ത സ്വപ്നങ്ങളൊക്കെ കാണുന്നത്? അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ചിന്തിക്കണോ? കുറിച്ചൊക്കെ പറയണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെയൊന്നുമില്ല. പഠിച്ചോനെ, അസ്തഗ്ഫിറുല്ലാ. അപ്പോൾ നിനക്ക് ഉൾക്കൊള്ളാനായിട്ടില്ലല്ലേ? എന്നാൽ ഷമീർ, ഓക്കെ, അതൊന്നും വേണ്ട, നോ പ്രോബ്ലം. നാളെ ഒരു പെണ്ണുകാണലുണ്ട്. ഷമീർ ശരിക്കും ഞെട്ടി. പെണ്ണുകാണലോ? അതെ, നാളെ ഒരു പെണ്ണുകാണലുണ്ട് ഷമീറിനുണ്ട്. പഴയത് ആലോചിച്ചിട്ട് ടെൻഷനാകല്ലേ വേണ്ടത്, പുതിയൊരു ജീവിതത്തിലേക്ക്. എന്താ ആസിഫ് നീ പറയുന്നത്? ഒരിക്കലും ഞാൻ തയ്യാറല്ല അതിനെ. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഇപ്പോൾ ഈ ഒരു ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. എന്തായാലും നാളത്തെ പെണ്ണ് കാണലിൽ നീ എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ടാണെങ്കിൽ വന്നിരിക്കണം, അത് ഉറപ്പായിട്ടും. പഠിച്ചോനെ, ആർക്ക് വേണ്ടിയിട്ടാ? ആസിഫിന് വേണ്ടിയിട്ടാണോ? അങ്ങനെയൊന്നല്ല. എനിക്ക് ഭാര്യയും എൻ്റെ കുഞ്ഞുമുണ്ട്, അതല്ല ഞാൻ ആലോചിക്കുന്നത്. എന്നാലും എൻ്റെ കൂടെ നീ ഒരു പെണ്ണ് കാണൽ ആർക്ക് വേണ്ടിയിട്ടാ? എൻ്റെ അളിയന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വാടാ, നീ എൻ്റെ അളിയന് വേണ്ടിയിട്ട് ഒരു പെണ്ണ് കാണലുണ്ട്. അപ്പോൾ നാളെ വരണം ഉറപ്പായിട്ടും. എന്താ, വരില്ലേ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഞാൻ വിചാരിച്ചു പെട്ടെന്ന്. ഓക്കെ, എന്നാ വാ, എണീക്ക്, റിലാക്സ്. അങ്ങനെ അവർ ബീച്ചിൽ നിന്ന് എഴുന്നേറ്റ് അവർ യാത്ര തുടർന്നു. എന്താണ് ഇങ്ങനെ ആരുമില്ലാത്തവനെ പോലെ ബീച്ചിലേക്ക് വന്നിരിക്കും? ഞാൻ പിന്നെ എന്തിനാണ് നിനക്ക് കൂട്ടുകാരനായിട്ടുണ്ടായത്? അപ്പോഴത്തെ ആ ഒരു ടെൻഷന് കൊണ്ട്, അപ്പോഴത്തെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് തോന്നിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ ഷമീർ അന്ന് വീട്ടിലേക്ക് എത്തിയപ്പോൾ ലേറ്റായി. ഉമ്മ കാത്തിരിക്കുന്നു. ഉമ്മാൻ്റെ പൊന്നു മോനെ, എവിടെയായിരുന്നു ഇത്രയും നേരം? ആസിഫും പറഞ്ഞു, ഉമ്മ നാളെ ഉമ്മാൻ്റെ മോനക്കൊരു പെണ്ണുകാളുണ്ട്. പെണ്ണുകാളോ? എൻ്റെ കുട്ടിക്കോ? മോനെ, എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി ഒരു പെണ്ണിനെ. ഉമ്മ, എനിക്കല്ല, അത് മൂപ്പരളിയനാ. ഞാൻ വിചാരിച്ചു എൻ്റെ കുട്ടിക്കുള്ള പെണ്ണുകാളിലാണോ. എൻ്റെ കുട്ടി ഏതായാലും ഇടങ്ങാറായി നിൽക്കുകയാണ്. എൻ്റെ കുട്ടിക്ക് തീരെ വയ്യ, ആകെപ്പാടെ മനസ്സാകെ
ടെൻഷനായി നിൽക്കണം ആ പമ്പറന്നവള്. അവൾ രക്ഷിച്ചിട്ടും അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി പോയില്ലേ, പഠിച്ചോ പൊറുക്കോ ഓളോട്. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളെ മോൻക്കും നല്ലത് കിട്ടും, നോക്കിക്കോളി. എന്നാൽ ആ രാത്രിയിൽ അതാ ഷമീറിൻ്റെ ഉറക്കമുണ്ടായിരുന്നില്ല. എന്നാലും ആസിഫ് എന്നെ എന്തിനാ പെണ്ണ് കാണാൻ വിളിക്കുന്നത്, അവന് പോയാൽ പോരെ, അവൻ്റെ അളിയൻ ഞാൻ എന്തിനാ പോകുന്നത്, പക്ഷേ എൻ്റെ കൂട്ടുകാരനായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ നോക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിലെന്ന് വിചാരിച്ചിട്ടായിരിക്കും പലതവണ ഞാൻ വരുന്നില്ലെന്ന് പറയാൻ നോക്കി. പക്ഷേ വേണ്ട, അതോടുകൂടി നമ്മുടെ സൗഹൃദം അവസാനിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഷമീർ മനസ്സോടുകൂടി അതിന് സമ്മതിക്കുകയായിരുന്നു. നാളെയാണ് ഷമീർ പെണ്ണ് കാണാൻ പോകുന്നത്. ആസിഫ് അവനെ ശരിക്കും പറ്റിച്ചു. കാരണം നാളെ എൻ്റെ അളിയനെ പെണ്ണ് കാണലാണ് എന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെ തന്നെയാണ് ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സൗണ്ടിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ടല്ലേ. നല്ല ഒരു പനി, തലവേദന, തൊണ്ടവേദന അങ്ങനത്തൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഷിഫിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.